Hi students, ഇന്ന് നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ്. നമ്മൾ S3 നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് സർക്യൂട്ട്സ് EDC എന്ന് പറഞ്ഞ പേപ്പറാണ് നിങ്ങൾക്ക് ഞാൻ എടുക്കുന്നത്. ഈ EDC നമ്മൾ S2 നമ്മൾ ബേസിക് ഇലക്ട്രോണിക്സ് പഠിച്ചു, അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. അപ്പം അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരിക. നമ്മൾ അത് നിങ്ങൾ പഠിച്ചു വന്നത് റെസിസ്റ്റർ തുടങ്ങി കപ്പാസിറ്റർ, ഇൻഡക്ടർ, ഡയോഡ്, സെമികണ്ടക്ടർ ഡയോഡ്, സെനഡയോഡ്, ട്രാൻസിസ്റ്റർ, റെക്ടിഫയേഴ്സ്, ക്ലാമ്പർ, ക്ലിപ്പർ, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. അതിനുശേഷം ട്രാൻസിസ്റ്ററിൽ വന്നാണ് നിങ്ങളുടെ പോർഷൻസ് അവസാനിപ്പിച്ചത്. അപ്പോൾ അതിൽ നമ്മൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, കോമൺ കളക്ടർ കോൺഫിഗറേഷൻ, കോമൺ ബേസ് കോൺഫിഗറേഷൻ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അറ്റ്ലീസ്റ്റ് കേൾക്കുകയെങ്കിലും ചെയ്തോളൂ. ഓക്കെ, ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ട്രാൻസിസ്റ്റർ ആണ് നമുക്ക് ഈ സെമസ്റ്ററിൽ തുടങ്ങുന്നത്. നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് സർക്യൂട്ട്സ് എന്നുള്ള പേപ്പറാണ് ഞാൻ എടുക്കുന്നത്. അതിൽ ട്രാൻസിസ്റ്റർ ആസ് ആൻ ആംപ്ലിഫയർ ആണ് നമ്മൾ തുടക്കത്തിൽ കൈകാര്യം ചെയ്യുന്ന പോർഷൻസ്. നമ്മൾ ഇതുവരെ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെസിസ്റ്റർ തുടങ്ങി കപ്പാസിറ്റർ, ഇൻഡക്ടർ, ഡയോഡ് ഒക്കെ നമ്മൾ പഠിച്ചു. എന്നിട്ട് നമ്മൾ ഇനി എത്തി നിൽക്കുന്നത് ട്രാൻസിസ്റ്ററിലേക്കാണ്. നമ്മളിവിടെ ഒരു ഫിഗർ കാണുന്നുണ്ട്. ഇത് ട്രാൻസിസ്റ്ററിന്റെ ഫിഗറാണ്. BC548, ഒരു ലോ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്റർ. ഓക്കെ, അപ്പൊ നമ്മള് ഡയോഡ് എന്താണെന്ന് നമുക്കറിയാം. ഒരു 2 ലെയർ ഡിവൈസ് ആണ്. ഒരു സെമി കണ്ടക്ടർ 2 ലെയർ ഡിവൈസ് ആണ് സെമി കണ്ടക്ടർ ഡയോഡ്. അപ്പൊ അതിന് നമുക്ക് ഒരു ജംഗ്ഷൻ ഉണ്ട്, 2 ലെയറുകളുണ്ട്, ഒരു P ലെയർ, N ലെയർ, ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ജംഗ്ഷനുണ്ട്. ഇനി ട്രാൻസിസ്റ്ററിലേക്ക് വരുമ്പോൾ ഇതൊരു 3 ലെയർ ഡിവൈസ് ആണ്. ഒരു 3 ലെയർ ഡിവൈസ്. ആ ലെയറുകൾ ഏതൊക്കെയാണ്? എമിറ്റർ ലെയർ, ബേസ് ലെയർ, കളക്ടർ ലെയർ. ഇങ്ങനെ 3 ലെയറുകളുണ്ട്. അപ്പൊ 3 ലെയർ ഡിവൈസ് ആണ്. 2 ജംഗ്ഷൻ ഉണ്ട്, എമിറ്റർ ബേസ് ജംഗ്ഷൻ, കളക്ടർ ബേസ് ജംഗ്ഷൻ, അങ്ങനെ 2 ജംഗ്ഷനുള്ളൂ. അപ്പൊ ഈ ട്രാൻസിസ്റ്റർ തുടങ്ങിയാണ് നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് സർക്യൂട്ട്സിൽ നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ഒരു സ്ലൈഡ് കാണാം. ട്രാൻസിസ്റ്റർ ആസ് എ ആംപ്ലിഫയർ. ഓക്കെ, ട്രാൻസിസ്റ്റർ ആസ് ആൻ ആംപ്ലിഫയർ. നമുക്കറിയാം ഇത് അതിന്റെ 3 ലെയറുകളുണ്ട്. എമിറ്റർ റീജിയൻ, ബേസ് റീജിയൻ, കളക്ടർ റീജിയൻ. നമുക്ക് ആ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് എമിറ്റർ റീജിയൻ, ഇത് ബേസ് റീജിയൻ, ഇത് കളക്ടർ റീജിയൻ. അപ്പൊ ഇതിന് ഒരു ടെർമിനൽ കണക്ട് ചെയ്യുന്നത് എമിറ്റർ ടെർമിനൽ, ഇത് ബേസ് ടെർമിനൽ, ഇത് കളക്ടർ ടെർമിനൽ. നമുക്കറിയാം എമിറ്റർ ജംഗ്ഷൻ, എമിറ്ററിൽ ഹൈലി ഡോപ്ഡ് ആണ്,
എമിറ്റർ. ബേസ് ലൈറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും, തിൻ ലെയർ ആണ്. കളക്ടർ മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ്. ഏറ്റവും കൂടുതൽ ലാർജ് ഏരിയ എമിറ്ററേക്കാൾ കൂടുതൽ കളക്ടർ ഏരിയ ആയിരിക്കും. അപ്പൊ ഇതില് എമിറ്ററിന്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം എമിറ്റ് ഇലക്ട്രോൺ, ഫ്രീ ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യാന്നാണ്. ബേസ് അതിനെ കടത്തി വിടുക എന്നാണ്. കളക്ടർ അതിനെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ പേര് അങ്ങനെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി എമിറ്റർ നമ്മൾ ഡോപ്പിംഗ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഡയോഡ് നമ്മൾ പഠിച്ചപ്പോൾ സെമികണ്ടക്ടർ ഡിവൈസ് എങ്ങനെയാണ് സെമികണ്ടക്ടർ മെറ്റീരിയലിനെ എൻ ടൈപ്പ് ആക്കുക, പി ടൈപ്പ് ആക്കുക എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് നമുക്ക് ആ ക്രിസ്റ്റൽ ലാറ്റിസ് സ്ട്രക്ചറൊക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ വരച്ച് നോക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഒരു സെമികണ്ടക്ടർ മെറ്റീരിയൽ എൻ ടൈപ്പ് ആക്കുന്നത് എങ്ങനെയാണ്? ആഡിങ് ഇംപ്യൂരിറ്റി ആറ്റം ടു എ പ്യൂർ സെമികണ്ടക്ടർ ഇറ്റ് ഫോം എ പി ടൈപ്പ് ഓർ എൻ ടൈപ്പ്. ഒരു സെമികണ്ടക്ടർ മെറ്റീരിയൽ ട്രൈവാലന്റ് ഇംപ്യൂരിറ്റി ആഡ് ചെയ്താൽ അത് പി ടൈപ്പ് ആകും. പെന്റാവാലന്റ് ഇംപ്യൂരിറ്റി ആറ്റം ആഡ് ചെയ്താൽ അത് എൻ ടൈപ്പ് ആകും. അപ്പൊ ഈ എത്രത്തോളം അളവിൽ ഈ പെന്റാവാലന്റ് ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നു അതിനനുസരിച്ച്, അപ്പൊ ഈ ആഡിങ് ഓഫ് പെന്റാവാലന്റ് ഓർ ട്രൈവാലന്റ് ഇംപ്യൂരിറ്റി ആണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഈ അപദ്രവ്യം ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ പ്യുവർ സെമി കണ്ടക്ടർ മെറ്റീരിയലിലേക്ക് ഒരു അപദ്രവ്യം അല്ലെങ്കിൽ ഇംപ്യൂരിറ്റി ആറ്റം ആഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഡോപ്പിംഗ് നടന്നു കഴിയുമ്പോൾ അതൊരു പി ടൈപ്പോ എൻ ടൈപ്പോ ആയി മാറുന്നു. നമ്മളിവിടെ NPN ട്രാൻസിസ്റ്ററിനെ കുറിച്ചാണ് കൂടുതൽ പറയാൻ പോകുന്നത്. കാരണം കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് NPN ട്രാൻസിസ്റ്ററാണ്. അതുകൊണ്ട് നമ്മൾ പ്രതിപാദ്യ വിഷയം പ്രധാനമായിട്ടും NPNലായിരിക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് ഈ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ, അതായത് എത്രത്തോളം ഇലക്ട്രോൺ ഇമ്പ്യൂരിറ്റി ആറ്റം ഒരു റീജിയനിൽ ആഡ് ചെയ്യുന്നു അതനുസരിച്ച് അതിന്റെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കൂടിയിരിക്കും. അപ്പൊ ഈ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കൂടിയാൽ കൂടുതൽ ഫ്രീ ഇലക്ട്രോൺസ് അവിടെ ഉണ്ടാവും. അതുപോലെ എമിറ്റർ കറന്റിന് കൂടുതൽ സാധ്യത ഉണ്ടാവും. ബേസ് റീജിയൻ ലൈറ്റ്ലി ഡോപ്ഡ് ആണ്, തിൻ ലെയർ ആണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഫ്രീ ഇലക്ട്രോൺസ് വളരെ കുറവാണ്. അല്ലെങ്കിൽ ഹോൾസ്, പി ടൈപ്പ് ആയതുകൊണ്ട് അവിടെ ഹോൾസ് ആണ് മെജോറിറ്റി കാരിയർ. അപ്പൊ അതുകൊണ്ട് അവിടെ ഹോൾസ് വളരെ കുറവായിരിക്കും. എൻ ടൈപ്പ് മെറ്റീരിയൽ മെജോറിറ്റി കാരിയർ ഫ്രീ ഇലക്ട്രോൺസ് ആണ്. അവിടെ ഫ്രീ ഇലക്ട്രോൺസ് കൂടുതലും മൈനോറിറ്റി കാരിയറായ ഹോൾസ് വളരെ കുറവായിരിക്കും. ഓക്കെ, പി ടൈപ്പില് ഹോൾസ് കൂടുതൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇനി കളക്ടർ റീജിയൻ എന്ന് പറഞ്ഞാൽ മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ്. എമിറ്ററും ബേസും വെച്ച് നോക്കുമ്പോൾ മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ്. ഓക്കെ, അപ്പൊ മോഡറേറ്റ്ലി ഡോപ്ഡ് ആയി. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ എമിറ്ററിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഫ്രീ ഇലക്ട്രോൺസ് ബേസിലൂടെ പാസ് ചെയ്യുമ്പോൾ ബേസ് തിൻ ലെയർ ആയതുകൊണ്ട് കുറച്ച് ഇലക്ട്രോൺസ് ആ ബേസ് റീജിയനിലൂടെ താഴേക്ക് ഒഴുകും. ബാക്കി ഭൂരിഭാഗം 99% അല്ലെങ്കിൽ 95% ഇലക്ട്രോൺസ് കളക്ടറിലേക്ക് എത്തിച്ചേരും. അപ്പൊ അതുകൊണ്ട് കളക്ടർ കറണ്ട് എപ്പോഴും കൂടുതലായിരിക്കും, എമിറ്റർ കറണ്ട് കൂടുതലായിരിക്കും. പക്ഷേ എമിറ്റർ കറണ്ടിൽ ഒരു ചെറിയൊരു ഭാഗം ബേസിൽ നഷ്ടപ്പെടും. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം എമിറ്റർ കറണ്ട് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു കളക്ടർ കറണ്ട് എന്ന് പറയാം. കാരണം വളരെ ചെറിയ ഒരു പോർഷൻസ് മാത്രം ബേസ് കറണ്ട് ആയിട്ട് പോകുന്നുള്ളൂ. അപ്പോ യഥാർത്ഥത്തിൽ എമിറ്റർ കറണ്ട് ഈക്വൽ ടു IC പ്ലസ് IB ആണ്, ബേസ് കറണ്ട് പ്ലസ് കളക്ടർ കറണ്ട്. അപ്പോ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് കളക്ടർ കറണ്ടും ഇൻപുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ എമിറ്റർ കറണ്ടും ആയിരിക്കും. അപ്പോ ഇനി നമുക്ക് ഈ ട്രാൻസിസ്റ്ററിനെ ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസും ആയിട്ടാണ് ബയസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുക. ഇവിടെ നമുക്ക് ഈ ഫോർവേഡ് VBE ഇത് ഫോർവേഡ് ബയസ് ആയിട്ട് ബയസ് ചെയ്തിരിക്കുന്നു.
ഇവിടെ റിവേഴ്സ് ബയസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ എൻ ടൈപ്പ് മെറ്റീരിയലാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് പോസിറ്റീവ് ടെർമിനൽ. ഇവിടെ ബേസ് നെഗറ്റീവ് പി ടൈപ്പ് മെറ്റീരിയലാണ് അവിടെ നെഗറ്റീവ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇൻപുട്ട് സൈഡ് ഫോർവേഡ് ബയസും ഔട്ട്പുട്ട് സൈഡ് റിവേഴ്സ് ബയസും ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എമിറ്ററിന്റെ പ്രധാന ദൗത്യം എന്ന് പറഞ്ഞാൽ എമിറ്റ് ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ കേസ് ഓഫ് എൻ പി എൻ പി എൻ പി ട്രാൻസിസ്റ്റർ ആണെങ്കിൽ എമിറ്റ് ഹോൾസ് എന്നാണ് അതിന്റെ ദൗത്യം. അപ്പൊ ഈ ഫ്രീ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്ത് ബേസിലൂടെ പാസ് ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു ശതമാനം ബേസിലൂടെ നഷ്ടപ്പെടും. ബാക്കി 99% അല്ലെ 95% കളക്ടറിലേക്ക് എത്തുന്നു. കാരണം ഒരു ഹൈ പോസിറ്റീവ് ഫീൽഡ് നമ്മൾ ബേസ് കളക്ടർ ടു ബേസ് റീജിയനിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എമിറ്ററിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഭൂരിഭാഗം ഇലക്ട്രോൺസും കളക്ടറിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ് ആകും. ഓക്കെ, അതിൽ കുറച്ച് ഇലക്ട്രോൺസ് ബേസിൽ ഹോൾസുമായിട്ട് റീകമ്മ്യൂണിക്കേഷൻ സംഭവിച്ച് അവിടെ ഒരു ബേസ് കറണ്ട് ഉണ്ടാകുന്നുണ്ട്. അതാണ് അവിടെ കാണിച്ചേക്കുന്നത്. ഒരു ബേസ് കറണ്ട് ഇവിടെയുള്ള ഹോൾസ് കറണ്ടുമായിട്ട് റീകോമ്പിനേഷൻ നടക്കുന്നു. ഈ ഹോളിൽ വീണ ആ കറണ്ട് ഇല്ലാതെയാകുന്നു. അങ്ങനെ ബേസ് കറണ്ട് ഇതുവഴി ഒഴുകുന്നു. ഈ കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കാണിച്ചിരിക്കുന്നത്. അല്ലെ, ഫ്രീ ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് എമിറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നു. പക്ഷെ ഇവിടെ IC എന്ന് കാണിച്ചേക്കുന്നത് ഇങ്ങോട്ട്. അത് പണ്ട് മുതലേ നമ്മൾ കൺവെൻഷണൽ കറണ്ട് ആണ് കറണ്ട് ഫ്ലോയെ കുറിച്ച് പറയുക. അതായത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഒഴുകുക ആണ് കറണ്ട് ഒഴുകുക എന്നാണ് നമ്മൾ ആദ്യകാലം പോലെ ചിന്തിച്ചിരുന്നത്. അതുകൊണ്ട് കറണ്ട് ഫ്ലോ കൺവെൻഷണൽ കറണ്ട് ഫ്ലോ ആണ്. അത് ഇലക്ട്രോൺ കറണ്ടിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അത്ര ഓർത്തിരുന്നാൽ മതി. ഇലക്ട്രോൺ കറണ്ടിന് ഓപ്പോസിറ്റ് ആയിരിക്കും കൺവെൻഷണൽ കറണ്ട്. നമ്മൾ ഇലക്ട്രോൺ കറണ്ട് തന്നെ ഫോളോ ചെയ്താലും തെറ്റൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ എളുപ്പം അതായിരിക്കും. ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് ഭൂരിഭാഗം എമിറ്റ് ചെയ്യുന്നു. അതിൽ 95% കളക്ടറിലേക്ക് എത്തുന്നു. അങ്ങനെ കറണ്ട് ഫ്ലോ കംപ്ലീറ്റ് ആകുന്നു. ഇതിൽ ചെറിയൊരു ഭാഗം ബേസിലൂടെ ഒഴുകി അങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ് ആകും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ കറണ്ട് ഫ്ലോ ഇരിക്കുന്നത്. ഓക്കെ, ഇനി ഇതില് ലീക്കേജ് കറണ്ടൊക്കെ ഉണ്ട്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിനകത്ത് മെജോറിറ്റി കാരിയർ ഉണ്ട്, മൈനോറിറ്റി കാരിയർ ഉണ്ട് അല്ലേ. എൻ ടൈപ്പ് മെറ്റീരിയൽ മെജോറിറ്റി കാരിയർ എന്താണ്? ഫ്രീ ഇലക്ട്രോൺസും മൈനോറിറ്റി കാരിയർ ഹോൾസും ആണ്. അപ്പൊ ഈ ഹോൾസ് മൂലം ചെറിയ കറണ്ട് ഫ്ലോ ഉണ്ടാകും. അതിനെയാണ് ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തെർമലി ജനറേറ്റഡ് കറണ്ട് ഫ്ലോ ഒക്കെ ഉണ്ടാകും. അപ്പൊ ഇതിനെ ലീക്കേജ് കറണ്ട് എന്ന് പറയും. ഓക്കെ, അപ്പോ IC എന്ന് പറയുന്നത്, കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് ശരിക്ക് കളക്ടർ സാച്ചുറേഷൻ കറണ്ട് ICOയും പ്ലസ് ICBO അല്ലെങ്കിൽ ICEO, കളക്ടർ ടു എമിറ്റർ കറണ്ട് വിത്ത് ബേസ് ഓപ്പൺ, കളക്ടർ ടു ബേസ് കറണ്ട്, കളക്ടർ ടു ബേസ് കറണ്ട് വിത്ത് എമിറ്റർ ഓപ്പൺ. അപ്പൊ ഇങ്ങനെ ലീക്കേജ് കറണ്ട് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മൾ ടെസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ കുറെ കൂടി മനസ്സിലാക്കും. അത് കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല. എന്തെങ്കിലും സംശയങ്ങളുള്ളവർ ടെസ്റ്റ് വായിച്ചതിന് ശേഷം എന്നോട് ചോദിച്ചാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ഒരു സ്ലൈഡിലേക്ക് പോകേണ്ടിയിരിക്കും. ഇനി ട്രാൻസിസ്റ്റർ ആസ് എൻ ആംപ്ലിഫയർ. ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ലോ റെസിസ്റ്റൻസ് പാത്തിൽ ഒരു സിഗ്നൽ കൊടുത്താൽ അത് ഹൈ റെസിസ്റ്റൻസ് പാത്തിലേക്ക് ആ സിഗ്നലിനെ മാറ്റുന്ന ഒരു ഡിവൈസ് ആണ് ട്രാൻസിസ്റ്റർ. അതുകൊണ്ടാണ് ട്രാൻസിസ്റ്റർ എന്ന പേര്. ട്രാൻസ്ഫർ റെസിസ്റ്റർ എന്നാണ് അതിനർത്ഥം. അപ്പോ ലോ റെസിസ്റ്റൻസ് പാത്തിൽ നിന്ന് ഹൈ റെസിസ്റ്റൻസിലേക്ക് പാത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ ഒരു ട്രാൻസിസ്റ്റർ എപ്പോഴും ഫോർവേഡ് ബയസ് ഇൻപുട്ട് സൈഡ് ചെയ്യും, ഔട്ട്പുട്ട് സൈഡ് റിവേഴ്സ് ബയസ് ചെയ്യും. അപ്പോൾ ഫോർവേഡ് ബയസ് ആയതുകൊണ്ട് അവിടെ റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഔട്ട്പുട്ട് സൈഡ് റിവേഴ്സ് ബയസ് ആയതുകൊണ്ട് അവിടെ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഈ കറണ്ട് ഫ്ലോ അങ്ങനെ ഫ്ലോ ചെയ്ത് ഇതിലേക്ക് പോകുമ്പോൾ ഹൈ റെസിസ്റ്റൻസ് പാത്തിൽ എത്തിക്കുമ്പോൾ അവിടെ ഒരു വലിയ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അപ്പൊ ഈ ചെറിയ വോൾട്ടേജ് ചേഞ്ച് ഔട്ട്പുട്ടിൽ വലിയ വോൾട്ടേജ് ചേഞ്ചിന് കാരണമാകും. അപ്പൊ അതാണ് ട്രാൻസിസ്റ്റർ ബേസിക്കലി ഒരു ആംപ്ലിഫയർ ആണെന്ന് പറയാൻ കാര്യം. അപ്പൊ ഇവിടെ
നമ്മൾ ഇൻപുട്ട് സൈഡിൽ ബേസ് ടു എമിറ്റർ ജംഗ്ഷനിൽ നമുക്കറിയാം കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, കോമൺ കളക്ടർ കോൺഫിഗറേഷൻ, കോമൺ ബേസ് കോൺഫിഗറേഷൻ എന്നിങ്ങനെ പല കോൺഫിഗറേഷൻസ് ഉണ്ട്. അപ്പൊ അതില് എമിറ്റർ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്ന് പറയാൻ കാര്യം ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും എമിറ്റർ കോമൺ ആകുക. കാരണം ട്രാൻസിസ്റ്റർ ഒരു 3 ടെർമിനൽ ഡിവൈസ് ആണ്. ഇൻപുട്ടിൽ 2 ടെർമിനൽ ഉണ്ടാവും, ഔട്ട്പുട്ടിൽ 2 ടെർമിനൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെ 4 ടെർമിനൽ ആവശ്യമുണ്ട്. പക്ഷെ ഇവിടെ 3 ടെർമിനലുണ്ട്. അപ്പൊ നമ്മൾ ഒരു ടെക്നിക്ക് ചെയ്യും, ഏതെങ്കിലും ഒരു ടെർമിനൽ കോമൺ ആക്കും. അപ്പൊ എമിറ്റർ കോമൺ ആക്കിയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഈ സ്ലൈഡിൽ അങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഇത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ് സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുക. കോമൺ ബേസ് കോൺഫിഗറേഷനും വളരെ ഫ്യൂ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് ആയിട്ട് സാധാരണ കോമൺ ബേസ് കോൺഫിഗറേഷൻ ഉപയോഗിക്കും. കാരണം അതിന്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വെരി ഹൈ ആയതുകൊണ്ട് അത് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. കോമൺ കളക്ടർ കോൺഫിഗറേഷൻ സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇംപെഡൻസ് മാച്ചിങ് അല്ലെങ്കിൽ ബഫർ ആംപ്ലിഫയർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ആംപ്ലിഫിക്കേഷൻ, വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ അപ്രോക്സിമേറ്റ്ലി 1 ആണ്. പക്ഷെ അതിന് വേറൊരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് കപ്പിൾ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ ഇൻപുട്ട് സൈഡിൽ ഹൈ റെസിസ്റ്റൻസും ഔട്ട്പുട്ട് സൈഡിൽ ലോ റെസിസ്റ്റൻസും, അതുകൊണ്ട് ഇതിനെ ബഫർ ആംപ്ലിഫയർ ആയിട്ട്, ഇംപെഡൻസ് മാച്ചിങ് ആംപ്ലിഫയർ ആയിട്ട് സാധാരണ രീതിയിൽ യൂസ് ചെയ്യാം. അപ്പൊ അത് ഇനി നമ്മൾ ഇതിൽ നോക്കുക, ഇൻപുട്ട് സൈഡിൽ ബേസ് എമിറ്റർ ജംഗ്ഷനിൽ ഒരു സിഗ്നൽ കൊടുത്തു, ഔട്ട്പുട്ടിൽ ബേസ് കളക്ടർ എമിറ്റർ ജംഗ്ഷനിൽ നിന്ന് അല്ലെങ്കിൽ എമിറ്റർ ഏരിയയിൽ നിന്ന് നമ്മൾ ഒരു സിഗ്നൽ ആംപ്ലിഫൈ ചെയ്ത് ഔട്ട്പുട്ടിൽ കിട്ടി. അങ്ങനെ ഇതൊരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്, കോമൺ എമിറ്റർ ഔട്ട്പുട്ട് VI ക്യാരക്ടറിസ്റ്റിക് കർവ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ കർവ് കിട്ടാനായിട്ട് നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്താൽ മതിയാവും. അപ്പൊ ഇതില് നേരത്തെ പറഞ്ഞ പോലെ കോമൺ എമിറ്റർ ആണ്, അതുകൊണ്ട് ഇൻപുട്ടില് ബേസ് എമിറ്റർ ജംഗ്ഷൻ ആണ് ഇതിന്റെ ഇൻപുട്ട് സൈഡ്. അതുപോലെ കളക്ടർ ടു ബേസ് ജംഗ്ഷനും അല്ലെങ്കിൽ കളക്ടർ ടു എമിറ്റർ റീജിയൻ ആണ് ഇതിന്റെ ഔട്ട്പുട്ട് സൈഡിൽ വരിക. അപ്പൊ അങ്ങനെയാണ് ഇത് വരിക. അപ്പൊ നമ്മള് എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് നേരത്തെ ഇപ്പുറത്ത് നമ്മളൊരു ഗ്രാഫ് കണ്ടു. ഈ ഗ്രാഫാണ് VI ക്യാരക്ടറിസ്റ്റിക് കർവ് ഓഫ് ഔട്ട്പുട്ട് VI ക്യാരക്ടറിസ്റ്റിക് കർവ് ഓഫ് എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. അപ്പൊ ഈ കർവ് കിട്ടാൻ വേണ്ടിയാണ്, ഇങ്ങനെയുള്ള കർവ് കിട്ടാൻ വേണ്ടിയാണ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് നമ്മൾ ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക് കിട്ടാൻ ഈ ഔട്ട്പുട്ട് സൈഡ് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഇൻപുട്ട് വോൾട്ടേജ് വേരിക്കും. അപ്പൊ നമുക്ക് ഒരു ബേസ് കറണ്ട് 0 തുടങ്ങി മാക്സിമത്തിലേക്ക് എത്തുന്ന ഒരു കർവ് കിട്ടും. അതിന് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്. ഇനി ഔട്ട്പുട്ടിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇൻപുട്ട് കറണ്ടായ ബേസ് കറണ്ട് നമുക്ക് ഇവിടെ കാണാം, ആ മീറ്ററിൽ കാണിച്ചിരിക്കുന്ന IB, ഇൻപുട്ട് കറണ്ട് IB, അത് മൈക്രോ ആംപിയറിലാണ്. നമുക്കറിയാം ബേസ് കറണ്ട് വളരെ മൈന്യൂട്ടാണ്, തിൻ ലെയർ ആണ്. അതുകൊണ്ട് 5% അല്ലെങ്കിൽ 1% ഓഫ് എമിറ്റർ കറണ്ട് ആണ് അത് ഒഴുകുന്നത് ചെയ്യുന്നത്. അത് മൈക്രോ ആംപിയർ റേഞ്ചിലായിരിക്കും. അതേസമയം കളക്ടർ കറണ്ട് എപ്പോഴും മില്ലി ആംപിയർ റേഞ്ചിലായിരിക്കും. അതുകൊണ്ട് നമ്മളിവിടെ ഒരു അമീറ്റർ, മില്ലി അമീറ്റർ കൊടുക്കുന്നു, 0 to 200 mA കൊടുക്കുന്നു. ഇവിടെ കളക്ടർ റെസിസ്റ്റർ ആണ് ഇത് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു സീരീസ് റെസിസ്റ്റർ, ബേസ് റെസിസ്റ്റർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് കളക്ടർ സപ്ലൈ വോൾട്ടേജ്, കളക്ടർ ടു എമിറ്റർ സപ്ലൈ വോൾട്ടേജ് VCE. ഇവിടെ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നത് VCE മെഷർ ചെയ്യാൻ, കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ്, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള വോൾട്ടേജ് മെഷർ ചെയ്യാൻ. ഓക്കെ, ഇവിടെ അതുപോലെ VBE മെഷർ ചെയ്യും, വോൾട്ടേജ് അക്രോസ് ബേസ് എമിറ്റർ ജംഗ്ഷൻ. അവിടുത്തെ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് ആയിട്ട് കൊടുത്തു. ഇതെല്ലാം DC മീറ്ററുകളാണ്, അമീറ്റർ ആയാലും വോൾട്ട്മീറ്റർ. അതുകൊണ്ട് ഈ പവർ സപ്ലൈയുടെ പൊളാരിറ്റി അനുസരിച്ച് വേണം ഇത് കണക്ട് ചെയ്യാൻ. അപ്പൊ ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ പോസിറ്റീവ് വരും.
ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെയും പോസിറ്റീവ് വരും. നെഗറ്റീവ് ടെർമിനലല്ല ഇവിടെ വരുന്നതുകൊണ്ട് നെഗറ്റീവ് ഈ സൈഡിൽ വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ബയസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ബേസ് കറണ്ട് നമ്മൾ സീറോ ആക്കി വെക്കുന്നു. ഇത് കംപ്ലീറ്റ് കട്ട് ചെയ്യും, ബേസ് കറണ്ട് സീറോ ആക്കി വെച്ചിട്ട് നമുക്ക് വി സി ഇ വേരിയിക്കുന്നു. അതിനുവേണ്ടി എന്താ ചെയ്യണം? വി സി സി വേരിയിക്കുന്നു. അപ്പൊ വി സി ഇ വേരിയിച്ച് 0, 1, 2, 3, 4 അങ്ങനെ 10 വരെ വേരിയിക്കുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഉള്ള കളക്ടർ കറണ്ട് എത്രയാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. എന്നിട്ട് അതൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഒരു ഗ്രാഫ് കിട്ടും. ഇത് കണ്ടോ? ഇങ്ങനെ ബേസ് സീറോ ആക്കുമ്പോൾ ഇതിന്റെ തൊട്ട് ചേർന്നായിരിക്കും വരിക ഈ ഏരിയ. ഇത് 5 മൈക്രോആംപിയറിൽ സെറ്റ് ചെയ്യുകയാണ്. സീറോയിൽ സെറ്റ് ചെയ്ത ഇതിനോട് ചേർന്ന് ഈ എക്സ് ആക്സിസിനോട് ചേർന്നുള്ള ഒരു ലൈനായിട്ട് മാറും. ഓക്കെ, അത് ഇതിൽ കാണിച്ചിട്ടില്ലെന്ന് അടുത്ത സ്ലൈഡിൽ അത് കാണിക്കും. ഓക്കെ, അടുത്ത സ്ലൈഡിൽ വേണമെങ്കിൽ ജസ്റ്റ് അതൊന്ന് കാണിച്ചിട്ട് ഞാൻ തിരിച്ചു വരും. കണ്ടോ? ഇതിൽ ബേസ് ഐ ബി ഈക്വൽ ടു 0 ആണ്. കണ്ടോ? ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടി. അപ്പൊ അങ്ങനെ ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഐ ബി ഈക്വൽ ടു 5 മൈക്രോആംപിയർ ആയിട്ട് സെറ്റ് ചെയ്യും. ഇൻപുട്ടിലെ കറണ്ട് സെറ്റ് ചെയ്തിട്ട് ആ വോൾട്ടേജ് വേരിയിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? കളക്ടർ എമിറ്റർ വോൾട്ടേജ് നമ്മൾ വീണ്ടും വേരിയിക്കും. അങ്ങനെ 4, 6 അങ്ങനെ കളക്ടർ കറണ്ട് ഒരു ചെറിയൊരു വേരിയേഷൻ ഇവിടെ ഉണ്ടാവും. പിന്നെ അത് കോൺസ്റ്റന്റ് ആയിട്ട് തുടങ്ങും. ഓക്കെ, ദെൻ അടുത്തതിൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചുകൂടി ബേസ് കറണ്ട് കൊടുക്കും 10 മൈക്രോആംപിയർ. എന്നിട്ട് നമ്മൾ കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് നമ്മൾ ഇതുപോലെ വേരി ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്ലോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ട്. പിന്നെ 15 MA, 20 മൈക്രോആംപിയർ, സോറി MA അല്ല മൈക്രോആംപിയർ, 25 മൈക്രോആംപിയർ, അങ്ങനെ ഓരോന്നിനും ഓരോ ഇതുപോലെയുള്ള ലൈൻസ് കർവ് കിട്ടും. ഈ കർവുകളെല്ലാം ചേർത്ത് വരുന്നതാണ് ഔട്ട്പുട്ട് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ നമ്മൾ പറയും. അപ്പൊ ഇങ്ങനെ കിട്ടിയ ഇതിലേക്ക് നമ്മൾ ഒരു ലൈൻ ഇതുപോലെ ചരിച്ച് വരയ്ക്കുന്നതാണ് ഡി സി ലോഡ് ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ റെഡ് ആയിട്ട് വരച്ചേക്കുന്നതാണ് ഡി സി ലോഡ് ലൈൻ, പച്ചയായിട്ട് വരച്ചേക്കുന്നത് എ സി ലോഡ് ലൈൻ. എ സി ലോഡ് ലൈൻ എന്താണെന്ന് പിന്നീട് ഞാൻ പറയാം. ഡി സി ലോഡ് ലൈൻ ആദ്യം മനസ്സിലാക്കുക. ഈ ഡി സി ലോഡ് ലൈൻ കാണുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ ട്രാൻസിസ്റ്റർ എവിടെയാണ് 0 പോയിന്റ് ഫിക്സ് ചെയ്യുന്നത്, എവിടെയാണ് സിഗ്നൽ ഇല്ലാത്ത കണ്ടീഷനിൽ ഇതിന്റെ ബയസിങ് നിൽക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്തതുകൊണ്ട്. അതിനെ ക്യൂ പോയിന്റ്, ക്യൂസൻ പോയിന്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയും. ആ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ ആയിരിക്കും നമ്മൾ സിഗ്നൽ കൊടുക്കാത്ത കണ്ടീഷനിൽ ട്രാൻസിസ്റ്ററിലെ കറണ്ട് ഫ്ലോ. ഉദാഹരണത്തിന് ഇവിടെ ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്ത് ഇവിടെയാണ്. അപ്പൊ ആ സമയത്ത് ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ ടു എമിറ്റർ ജംഗ്ഷനിൽ നമുക്ക് 0 to 4 വോൾട്ട് ആയി 4 വോൾട്ടിലേക്ക് നിൽക്കുക. ദെൻ ആ സമയത്തുള്ള കളക്ടർ കറണ്ട് നോക്കിയാൽ ഏതാണ്ട് 3 MA ആണ് കേട്ടോ. ടോട്ടൽ 6 MA, 2ന്റെയും 4ന്റെയും ഇടയ്ക്കാണ് ഇത് ഏതാണ്ട് സെൻട്രലായിട്ടായിരിക്കണം. അപ്പൊ 3 MA ആയിരിക്കും ഇതിന്റെ ക്യൂസൻ കറണ്ട് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിന്റിന്റെ IC. ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റിൽ 2 കോർഡിനേറ്റ്സ് ആണുള്ളത്, 2 പോയിന്റുകളാണുള്ളത്. അത് ഒന്ന് എക്സ് ആക്സിസിലെ വാല്യൂ ഉണ്ട്, വൈ ആക്സിസ്. എക്സ് ആക്സിസിലെ വാല്യൂ 4 വോൾട്ട് ആണ്. ഇപ്പൊ ഈ കേസിൽ നമുക്ക് കാണാൻ പറ്റും, അല്ലെ 4.1 വോൾട്ട്. ഇപ്പോൾ ഉള്ള കറണ്ട് വൈ ആക്സിസിലാണ്, അത് IC = 3 MA ആണ് ഏതാണ്ട് അപ്രോക്സിമേറ്റ്ലി. അപ്പൊ ഈ ഓപ്പറേറ്റിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത്. ഇനി നമ്മളൊരു സിഗ്നൽ കൊടുത്താൽ ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ് പതുക്കെ പോസിറ്റീവിലേക്ക് നെഗറ്റീവിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് ഇതുപോലെയുള്ള ഒരു സിഗ്നല് നമുക്ക് ഔട്ട്പുട്ടിൽ അവൈലബിൾ ആണ്. ഇത് കൊള്ളാം. അപ്പൊ 0 തുടങ്ങി 8 വോൾട്ട് വരെ നിൽക്കുന്ന ഒരു ഔട്ട്പുട്ട് സിഗ്നൽ ഉണ്ട്. 0 തുടങ്ങി 8. അപ്പൊ 8 വോൾട്ട് പീക്ക് ടു പീക്ക് ആയിട്ടുള്ള ഒരു സിഗ്നൽ ഔട്ട്പുട്ട് കിട്ടുന്നു. നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയൊരു സിഗ്നൽ ഒരു 0.2 അല്ലെ 0.3 വോൾട്ടിന്റെ അല്ലെ 0.4 വോൾട്ടിന്റെ അല്ലെ 0.7 വോൾട്ടിന്റെ ഒരു സിഗ്നൽ കൊടുത്താൽ നമുക്കിവിടെ 8 വോൾട്ട് 0 to 8 വോൾട്ട് പീക്ക് ടു പീക്ക് ഉള്ള ഒരു സിഗ്നൽ ഔട്ട്പുട്ട് കിട്ടുന്നു. അതിനു വേണ്ടിയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് പോയിന്റ് അപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മൾ ചെയ്യുന്നത് I base 1 greater than
I base 3 less than I base 2 less than I base 1 എന്ന് വേണേ പറയാം. അല്ലെങ്കിൽ I base 1 greater than less than I base 2 I base 2 less than I base 3 അല്ലെങ്കിൽ I base 3 greater than I base 2 and I base 2 greater than I base 1 എന്ന് നമുക്ക് പറയാം. രണ്ട് രീതിയിൽ നമുക്കിത് പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ 3 കർവ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തൊരു സ്റ്റേജിലേക്ക് നമുക്ക് പോകാം, അടുത്തൊരു സ്ലൈഡിലേക്ക്. അപ്പൊ ഇവിടെ നമ്മൾ ഇതിന്റെ സ്ലോപ്പ് കാണുന്നത്. ഈ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ -1/RL. ആ കളക്ടർ റെസിസ്റ്ററിലെ ഒരു റെസിസ്റ്ററാണ് RL. ആ RL -1/RL ആണ് ഇതിന്റെ സ്ലോപ്പ്. മനസ്സിലായോ? മൈനസ് എന്ന് പറഞ്ഞാൽ ഡിമിനിഷിംഗ് ആണ്, അതുകൊണ്ടാണ് മൈനസ് വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ y = mx + c എന്ന് ഒരു ലൈനിന്റെ സ്ലോപ്പ് കാണാനുള്ള ഫോർമുല. ആ m എന്ന വാല്യൂ ആണ് -1/RL എന്ന വാല്യൂ വരിക. ഓക്കെ, അപ്പൊ ഇത് ഡിമിനിഷിംഗ് ആണെന്ന് ഓർക്കുക. ഇനി ഈ DC ലോഡ് ലൈൻ വരക്കുന്നത് ഈ x ആക്സിസിൽ നിന്ന് y ആക്സിസ് വരെ നീളുന്നതാണ്. അപ്പൊ ഈ x ആക്സിസിൽ കട്ട് ഓഫ് പോയിന്റ് അല്ലെങ്കിൽ VCE = VCC ആകുന്ന കണ്ടീഷൻ, അതായത് മുഴുവൻ വോൾട്ടേജും കളക്ടർ ടു എമിറ്റർ ജംഗ്ഷനിൽ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു പോയിന്റ്. ആ പോയിന്റിൽ എന്താ പ്രത്യേകത? ഇതൊരു ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ഇതുവഴി ഇങ്ങനെ കറണ്ട് ഫ്ലോ നടക്കുമ്പോൾ ഈ മുഴുവൻ വോൾട്ടേജ് ഇവിടെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൽ ഡ്രോപ്പിംഗ് ഇല്ല എന്നർത്ഥം. ഇതിൽ ഡ്രോപ്പ് ചെയ്യാതിരിക്കുന്ന കണ്ടീഷൻ എപ്പോഴും എങ്ങനെയാ? RCയിൽ ഡ്രോപ്പ് അല്ലെ RLൽ ഡ്രോപ്പിംഗ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് ഡ്രോപ്പ് = V = I × IC × RL ആണ്. IC × RL 0 ആണെങ്കിൽ എന്ത് വേണം? RL ഒരിക്കലും 0 ആകില്ല, മറിച്ച് IC 0 ആയേ മതിയാവും. അപ്പൊ IC 0 ആയാൽ എന്ത് സംഭവിക്കും? മുഴുവൻ വോൾട്ടേജും VCയിൽ ഡ്രോപ്പ് ചെയ്യും. ആ ഒരു കണ്ടീഷനാണ് ഇവിടെ. അപ്പൊ ഈ പോയിന്റിന് നമ്മൾ അതുകൊണ്ട് കട്ട് ഓഫ് പോയിന്റ് എന്ന് പറയും, അല്ലെങ്കിൽ കട്ട് ഓഫ് റീജിയനിലുള്ള പോയിന്റ് ആണ് കട്ട് ഓഫ്. ഇനി വേറൊരു എൻഡില് നമുക്ക് ഈ കറണ്ട് ഫ്ലോ കൂടി 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 മാക്സിമത്തിലേക്ക് ഈ ഏരിയ നമ്മൾ പറയും സാച്ചുറേഷൻ റീജിയൻ. ഈ ഏരിയയെ നമ്മൾ കട്ട് ഓഫ് റീജിയൻ എന്നും പറയും. ഓക്കെ, ഈ സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയുന്ന പോയിന്റാണ്. ഈ സാച്ചുറേഷൻ പോയിന്റിൽ കളക്ടർ കറണ്ട് മാക്സിമം ആയിരിക്കും. ആ കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് VCC / RL ആണ്. ഈ മുഴുവൻ വോൾട്ടേജും ഈ കളക്ടർ റെസിസ്റ്ററിൽ ഡ്രോപ്പ് ചെയ്യും. ഇവിടെ ഡ്രോപ്പിംഗ് ഒന്നും ഉണ്ടാകില്ല, 0. അപ്രോക്സിമേറ്റ്ലി 0.2 വോൾട്ട് കാണും കളക്ടർ സാച്ചുറേഷനിൽ വരുന്ന. അപ്പൊ എങ്കിലും നമ്മൾ അപ്രോക്സിമേറ്റ്ലി VCC / RL ആയിരിക്കും ഇവിടുത്തെ IC മാക്സിമം ആയിരിക്കും സാച്ചുറേഷൻ കറണ്ട്. അപ്പൊ ഈ പോയിന്റിന് നമ്മൾ സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയും. അത് VCC / RL. അങ്ങനെ ഈ രണ്ട് പോയിന്റ് തമ്മിൽ ബന്ധിപ്പിച്ച് വരക്കുന്ന ഒരു ലൈനെയാണ് DC ലോഡ് ലൈൻ. ഈ DC ലോഡ് ലൈൻ കാണുന്നതിനാന്ന് വെച്ചാൽ ഈ DC ലോഡ് ലൈൻ അറിഞ്ഞെങ്കിൽ മാത്രമേ അതിലായിരിക്കും നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്യും. സാധാരണഗതിയിൽ ഒരു ക്ലാസ് A ഓപ്പറേഷൻ മുഴുവൻ സൈക്കിൾ ആംപ്ലിഫൈ ചെയ്ത് ഒരേപോലെ കിട്ടണം എന്നുള്ള ആവശ്യത്തിന് നമ്മൾ ഒരു ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യുമ്പോൾ അത് DC ലോഡ് ലൈനിന്റെ ഏതാണ്ട് സെന്റർ പോയിന്റിലായിരിക്കും അത് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇനി ആ ഓപ്പറേറ്റിംഗ് പോയിന്റ് മാറ്റി മാറ്റി വെച്ചാൽ അതിന്റെ ഓപ്പറേഷൻ ഓരോ ക്ലാസ് മാറി മാറി, ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് AB, ക്ലാസ് C, ക്ലാസ് D, അങ്ങനെ പോകും. ഓക്കെ, അപ്പൊ അതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ DC ലോഡ് ലൈൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി. കണ്ടോ, ഇതിൽ നോക്കി, ഇവിടെ സാച്ചുറേഷൻ റീജിയൻ, ഇവിടെ ഹാച്ച് ചെയ്യുന്ന പോയിന്റ് സാച്ചുറേഷൻ റീജിയൻ ആണ്. ഇവിടെ കട്ട് ഓഫ് റീജിയൻ, ഈ ഹാച്ച് ചെയ്തിരിക്കുന്ന ഈ ഭാഗം കട്ട് ഓഫ് റീജിയൻ ആണ്. കാരണം IB 0 ആയി കഴിഞ്ഞാൽ ഇവിടെ കറണ്ട് ഫ്ലോ ഇല്ല, അതുകൊണ്ട് ഈ ഭാഗത്ത് കറണ്ട് ഫ്ലോ ഇല്ല. അതുകൊണ്ട് IB = 0 ആണ്. ഇവിടെ ICയും 0 ആയിരിക്കും. ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ ട്രാൻസിസ്റ്റർ ഫുള്ളി കട്ട് ഓഫിലാണ് ഈ അവസ്ഥയിൽ. അതിന് കട്ട് ഓഫ് റീജിയൻ. ഇവിടെ ട്രാൻസിസ്റ്റർ ഫുള്ളി ഓൺ അല്ലെങ്കിൽ സാച്ചുറേഷൻ റീജിയനിലാണ് നമ്മൾ പറയുന്നത്.
ഓക്കെ, ഇവിടെ ഐ സി വി സി സി ഡിവൈഡ് ബൈ ആർ എൽ. ആ സമയത്ത് ഇവിടുത്തെ വി സി ഇ 0 ആയിരിക്കും. ഇവിടെ ഐ സി ഈക്വൽ ടു 0യും വി സി സി ഈക്വൽ ടു വി സി ഇയുമായിരിക്കും. ഒരു ഫുൾ വോൾട്ടേജ് കളക്ടർ ടു എമിറ്റർ ജംഗ്ഷനിൽ. അപ്പോൾ ഇതിനിടയ്ക്കുള്ള റീജിയണ് നമ്മൾ ആക്റ്റീവ് റീജിയൻ എന്ന് പറയും. ഈ കട്ട് ഓഫ് റീജിയനും സാച്ചുറേഷൻ റീജിയനും, ഇത് കട്ട് ഓഫ് റീജിയൻ, ഇത് സാച്ചുറേഷൻ റീജിയൻ, ഇതിനിടയ്ക്കുള്ള റീജിയനാണ് ആക്റ്റീവ് റീജിയൻ. ഈ ആക്റ്റീവ് റീജിയനിലാണ് നമ്മൾ ആംപ്ലിഫയർ ആയിട്ട് ഈ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുമ്പോൾ ക്യൂ പോയിന്റ് അല്ലെങ്കിൽ ക്യൂസൻ പോയിന്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റീവ് പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ബാക്കിയുള്ള ഭാഗങ്ങളും ഇതിൽ വന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാം. എന്നിട്ട് നമുക്ക് മുന്നോട്ട്